പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിലെ മുസ്ലിം ലീഗ് ജനപ്രതിനിധികൾ പെരിന്തൽമണ്ണ ബ്ലോക്ക് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ.കെ. മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. സ്ഥാപനങ്ങളെ തകർക്കാനുള്ള സർക്കാരിന്റെ നീക്കം അവസാനിപ്പിക്കുക. ഫണ്ട് വെട്ടിച്ചുരുക്കുന്നത് അവസാനിപ്പിക്കുക. തദ്ദേശ സ്ഥാപനങ്ങളെ തകർക്കുന്ന സർക്കാർ നീക്കം നടക്കുകയാണെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ.കെ. മുസ്തഫ ആരോപിച്ചു. ഈ ധർണ സമരത്തിന്റെ പ്രതിഷേധ പരിപാടിക്ക് ആധാരമായ വിഷയങ്ങളെക്കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. നാമമാത്രമായ ഫണ്ട് മാത്രമാണ് 23-24 സാമ്പത്തിക വർഷം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഗവൺമെൻറ് അനുവദിച്ചിട്ടുള്ളത്. ആ തുകയിൽ നിന്ന് കിട്ടിയ പൈസ എക്സ്പെൻഡിച്ചർ ആക്കുന്നതിന് വേണ്ടിയുള്ള പെടാപ്പാടിലാണ് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും. അതിന് ശ്രമിക്കുമ്പോൾ 50,000-ൽ കൂടുതൽ വരുന്ന ബില്ലുകൾ വരെ ഇപ്പോൾ ട്രഷറി പിടിച്ചു വെക്കുകയാണ്. വാക്കാൽ പറഞ്ഞിരിക്കുന്നത് 1 ലക്ഷത്തിൽ കൂടുതലുള്ള ബില്ലുകൾ പാസ്സാക്കേണ്ടതില്ല എന്നതാണെങ്കിൽ പോലും പ്രായോഗികമായി 50,000 രൂപയിൽ കൂടുതലുള്ള ഒരൊറ്റ ബില്ലും നമ്മുടെ ട്രഷറിയിൽ നിന്ന് ഇപ്പോൾ നീങ്ങുന്നില്ല. ഇതാണ് ഒട്ടാകെ സംസ്ഥാനത്തുള്ള ഒരു സ്ഥിതിവിശേഷം. അപ്പോൾ ഫണ്ട് അനുവദിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഉള്ള ഫണ്ട് നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് സാങ്കേതികമായിട്ടുള്ള കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തടഞ്ഞു വെക്കുകയാണ്. പ്രതിഷേധ കൂട്ടായ്മയിൽ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ പി.കെ. അയമു, അസീസ് പട്ടിക്കാട്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഷൗക്കത്ത് നാലകത്ത്, പ്രബീന ഹബീബ്, യു.ടി. മുൻഷീർ, ഗിരിജ എന്നിവർ പങ്കെടുത്തു. CCN പെരിന്തൽമണ്ണ.